ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതുവരെ ആരും ഗ്ലിറ്റർ ട്യൂബ് വെച്ച് ചെയ്യാത്ത ഒരു ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്യുന്നതുമായിട്ടാണ് കേട്ടോ. അതായത് എങ്ങനെ നമുക്ക് ഇത്രയും നല്ല, ഞാനിപ്പോൾ ഒരു 4 കളേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു 4 കളേഴ്സ് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലിറ്റർ ട്യൂബ് കിട്ടുന്നത് മീറ്റർ കണക്കിനാണ് കേട്ടോ. അതായത് നമുക്ക് എത്ര മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കട്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഏകദേശം ഒരു 6-6.25 ഇഞ്ചിലുള്ള എന്താ പറയുക നീളത്തിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു അളവിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ആകെ ഇവിടെ 4 ഗ്ലിറ്റർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ്, അതായത് ലെങ്ത് ഒന്ന് കുറച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് വേണം. ബ്ലാക്ക് കളറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്ലിറ്റർ വയറിനെ ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇത് ശരിക്കും ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്യാൻഡിയുടെ രൂപത്തിൽ ഒരു തീം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കോലുമിഠായി, ഇതേപോലത്തെ കോലുമിഠായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഞാൻ ഈ ഹെയർ ബാൻഡിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഏകദേശം എനിക്ക് ഈ ഒരു റൗണ്ടിലാണ് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രസ്സിലൊക്കെ മാർക്ക് ചെയ്യുന്ന വൈറ്റ് കളറിൽ ഉള്ള പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഏത് റൗണ്ടാണോ വേണ്ടത് ആ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യല്ല, വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ 4 ചെയ്യുന്നത്. നിങ്ങൾക്ക് എണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വട്ടം കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ ഈ റൗണ്ട് ആവില്ല നിങ്ങൾക്ക് വേണ്ടത്, ഇതിലും ചെറുതൊക്കെ ആവും കേട്ടോ. അപ്പം ഒന്ന് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെ തൊട്ട് താഴെ മുട്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ 4 റൗണ്ടും വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഇത് തനിയെ ഓരോ റൗണ്ടുകളല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇവിടുന്ന് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഈ 2 എണ്ണത്തിൻ്റെയും സെൻറ്റർ ഭാഗത്തെത്തുമ്പോൾ ഒരു കുനുപ്പ് പോലെ, അല്ലെങ്കിൽ ഒന്ന് വളച്ചിട്ട് അടുത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ വേണം നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് എനിക്കധികം ഇതെവിടെയും ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ തൃശ്ശൂർ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. നോക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ശരി, എൻ്റെ മോൾക്കും ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഗ്ലിറ്റർ വയറിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ക്യാൻഡി രൂപത്തിലാക്കിയിട്ട് ഒന്ന് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ലൂസായിട്ട് പറ്റില്ല. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിക്കല്ല, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഇവിടെ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ഈ ഒരു റൗണ്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിന് ഞാൻ ഗ്ലൂ ഗണ്ണ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ എൻഡ് ഭാഗം കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതി, താഴോട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. ഇനി നമ്മൾ ഈ എൻഡ് ഭാഗം ഒന്ന് ഇതേപോലെ കുറച്ചുകൂടി അവിടെ ആ ഒരു സൈഡിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും.
ഇതുപോലെ നമുക്കിനി അടുത്തത് ഏത് കളർ വേണം ആ കളർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരേ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, എൻ്റെ ഏകദേശം ഒരു റൗണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ എന്താ പറയുക കളേഴ്സിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോഴും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഞാനിതിപ്പോൾ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്റർ ഭാഗത്തല്ല, നമ്മളൊരു സൈഡിലോട്ട് വരില്ലേ, ആ ഒരു രീതിയിലാണ് ഞാനൊരു ഹെയർ ബാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് റൗണ്ട് ആക്കിയിട്ട് ഈ എണ്ണം അതായത് ഈ വലിപ്പം കുറച്ചിട്ട് ഫുള്ള് റൗണ്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതും കാണാനായിട്ട് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇനിയും ഇതേപോലെ ഗ്ലിറ്റർ വയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ അതാ ഞാൻ രണ്ടാമത്തെയും ഇതേപോലെ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ എല്ലാതും ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വേണം എൻഡ് ഭാഗം വരാനായിട്ട്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. കുഴപ്പമില്ല, ഉണ്ടാവില്ല ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലൊന്നും. പക്ഷെ കാണാനൊരു ഭംഗിക്ക് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങാനും സൈഡ് ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് വീതിയിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ കത്രിക ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ചെറിയൊരു ഭാഗം കാണാനുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സോൾഡറിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഇത് ഉരുക്കി പോകുന്ന ഒരു ഷീറ്റാണ്. അപ്പം അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് അത്രയും കൂടുതൽ വരാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എളുപ്പമാണ്, നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബേസ്, മെയിൻ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിനെയും കാട്ടിയും ചെറിയൊരു റൗണ്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ വരച്ച് കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തതുപോലെ ഓരോ ചെറിയ നമ്മൾ നേരത്തെ കുറച്ചുകൂടി വലുതാണ് ചെയ്തത്. അതിനും ചെറിയൊരു ഒരു സൈസ് കൂടി കഴിഞ്ഞിട്ടുള്ള അടുത്ത സൈസ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അത് നമ്മൾ 4 എണ്ണം വെവ്വേറെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. 4 റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റ് ഓരോ റൗണ്ട് വെച്ചിട്ട് ഇതുപോലെ 4 റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോന്നായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് നമ്മുടെ ഉണ്ടാക്കിയതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കാനാണ് ഈ ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സാറ്റിൻ റിബൺ വരുന്ന ഒരു ഹെയർ ബാൻഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഏകദേശം ഒരു അളവ് നോക്കുക കേട്ടോ. അതിനുശേഷം നമുക്കത് എവിടെയാണോ ഒട്ടിച്ചെടുക്കേണ്ടത് നോക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അത് അളവ് മാറാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങനെ ഒരു സെൻറ്റർ ഭാഗത്ത് നല്ല കുറച്ചും കൂടി നീങ്ങിയിട്ട് അങ്ങനെ ഒരു സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റൗണ്ട് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ളതിൽ നമ്മൾ സെൻറ്റർ ഭാഗത്ത് കൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഫുള്ള് ഗ്ലൂ ഒന്ന് ഒരൊറ്റ ലൈനായിട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് അത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അടിയിലോട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ നല്ലതുപോലെ എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ 4 പീസ് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഓരോ റൗണ്ടിലും നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഈ ഒരു ആ റൗണ്ടിനെ ഫസ്റ്റ് കിടന്ന റൗണ്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടിയത്തെ ഗ്ലൂ ശരിക്കും ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടർന്നു പോരില്ല. അപ്പോൾ കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കുകയും ചെയ്യും, കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇത് ഭയങ്കര എളുപ്പമാണെന്ന്. അപ്പോൾ ഇത് ഞാനിത് ഇതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും കാണുമ്പോൾ നല്ല സന്തോഷമാവില്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ ഉണ്ടാക്കി പുറത്ത് കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് എങ്കിലും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് അവസാനം കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അധികം പേരും ഇതൊന്ന് എന്താ പറയുക, ചിലപ്പോൾ വേഗം ചെയ്യുമ്പോൾ പശ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ആവാതെ ഒരു നീറ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇതാണ്, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഞാൻ പിന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും തോറും വീഡിയോ പിന്നെ ലെങ്ത്ത് കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോൺസോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, ഇതിപ്പോൾ എൻ്റെ അടുത്ത് മിഠായിയുടെ ഒരു ഇതുണ്ട്, അപ്പോൾ അതൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് അതൊക്കെ വെക്കാതെ തന്നെ ഈ ഒരു ഡിസൈന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.